ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ അക്ഷരത്തെറ്റ് തുടർക്കഥയാവുന്നു. എക്കണോമിക്സ് ചോദ്യപേപ്പറിൽ കുറയുന്നു എന്നുള്ളത് കരയുന്നു എന്നായി. സുവോളജിയിൽ 6 ക്ലാസുകൾ എന്നത് 6 ക്ലാസുകൾ ആയി. കെമിസ്ട്രി ചോദ്യപേപ്പറിൽ എളുപ്പത്തിൽ എന്നത് എളുപ്പത്തിൽ ആയി. ബോട്ടണി ചോദ്യപേപ്പറിൽ അവായു ശ്വസനം എന്നതിന് പകരം ആ വായു ശ്വസനം എന്നാണ് എഴുതിയിരിക്കുന്നത്. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, മലയാളം ചോദ്യപേപ്പറിലെ 14 അക്ഷരത്തെറ്റുകൾ എന്ന കഥയ്ക്ക് ശേഷം നമ്മൾ സുവോളജിയിലും ബോട്ടണിയിലും കെമിസ്ട്രിയിലും ഒക്കെ തന്നെ അക്ഷരപ്പിശാച് കടന്നുകൂടിയിട്ടുണ്ടല്ലോ. ഇതെന്താ സംഭവിച്ചത്? സാധാരണ ഇങ്ങനെ വ്യാപകമായി സംഭവിക്കില്ല. 1-2 ചെറിയ അക്ഷരപ്പിശാചൊക്കെ വന്നേക്കാം. പക്ഷേ ഇതെന്താ സംഭവിച്ചത് റഹീസ്? ഡോക്ടർ അരുൺ, നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് പ്രൂഫ് റീഡിങ്ങിലെ പ്രശ്നമാണ്. പ്രൂഫ് റീഡിങ് സാധാരണഗതിയിൽ പ്രിൻ്റ് എടുത്ത് അത് ഓരോ അക്ഷരവും വായിച്ച് അതിൽ തെറ്റ് തിരുത്തി പോകുന്നതാണ് ഒരു രീതി. ഇവിടെ മൊബൈലിൽ പ്രൂഫ് റീഡിങ്ങിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയും മൊബൈലിൽ അത് ഓടിച്ചിട്ട് നോക്കി ഓക്കെ ആണ് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് പ്രാഥമികമായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ബയോളജിയിൽ, ബോട്ടണിയും സുവോളജിയും കൂടി 20 തെറ്റുകൾ ഉണ്ട്. എക്കണോമിക്സിൽ 2 തെറ്റുകളുണ്ട്. ഒപ്പം കെമിസ്ട്രിയിൽ 6 തെറ്റുകളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ വലിയ തെറ്റുകൾ പറഞ്ഞിരുന്നു. അതിന് സമാനമായ തെറ്റുകൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. കുറയുന്നു എന്നത്, അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് അത് കുറയുന്നു എന്നതിന് കരയുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് എക്കണോമിക്സ് ചോദ്യപേപ്പറിലാണ് ഉള്ളത്. സുവോളജിയിലാണെങ്കിൽ 6 ക്ലാസ്സുകൾ എന്നത് 6 ക്ലാസ്സുകൾ എന്നാക്കി. അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. കെമിസ്ട്രിയിൽ എളുപ്പത്തിലായി. ഈ മറ്റൊന്ന്, ഈ 2 എന്നതിന് അക്കമെന്നാണല്ലോ പറയേണ്ടത്. പക്ഷേ ഇതിന് 2 എന്നത് അക്ഷരം എന്നാക്കി എഴുതിയിട്ടുണ്ട്. 2 അക്കം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിൽ ഈ 2 അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിത്രം എയും ബിയും നിരീക്ഷിക്കുക എന്നതിന് ചിത്ര എയും ബിയും നിരീക്ഷിക്കുക എന്ന തരത്തിലുള്ള കുറേ തെറ്റുകൾ ഇനിയുമുണ്ട്. മറ്റു ചോദ്യപേപ്പറുകളിലും സമാന രീതിയിലുള്ള തെറ്റുകളുണ്ട്. അത് പിന്നാലെ അയച്ചു തരാമെന്നാണ് ഈ വാർത്ത നമുക്ക് തന്ന അധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകൾ പറയുന്നത്. ഡോക്ടർ, ഓക്കെ, അപ്പോൾ ഇനിയും വരാനുണ്ട് എന്നുള്ളത്, എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ 1-2 തെറ്റുകളൊക്കെ സംഭവിക്കാം. അതുപോലും തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പരീക്ഷ പോലും ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ നമ്മളൊക്കെ അധ്യാപകരായിരിക്കുന്ന സമയത്താണെങ്കിൽ പലതവണ വായിച്ചു നോക്കിയതിന് ശേഷമാണല്ലോ നമ്മളത് കൊടുക്കുക. ഗ്രാമാറ്റിക്കൽ എററുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം. കണ്ടൻറ്റിലുള്ള ചോദ്യം മാത്രമല്ല, അതിൽ ആ ഭാഷാശുദ്ധിയുണ്ടോ, അതിലേതെങ്കിലും തന്നെ വ്യാകരണ പിശകുണ്ടോ, അക്ഷരത്തെറ്റതിൽ സംഭവിച്ചിട്ടുണ്ടോ. പക്ഷേ പലപ്പോഴും ഒരു അപകടം സംഭവിക്കുന്നത് ഈ എളുപ്പപ്പണി എടുക്കുമല്ലോ നമ്മൾ. എളുപ്പപ്പണി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിലാണ് ഇത് കുത്തിയിരുന്ന് ചോദ്യപേപ്പറുകൾ ചിലരുണ്ടാക്കുന്നത്. ഒരു കാരണവശാലും പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങളത് ചെയ്തത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക. ഞാനൊരു ലേഖനം എഴുതി ഒരു നമ്പർ മാറിപ്പോയതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടയാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് മൊബൈൽ ഫോണിൽ എഴുതിയതാണ് കാരണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ ചിലപ്പോൾ വലിയ മൊബൈൽ ഫോണൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോണിൽ ചോദ്യപേപ്പർ തയ്യാറാക്കരുത്. നിങ്ങൾ എഴുതി തന്നെ തയ്യാറാക്കണം. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ഗാഡ്ജറ്റ് വന്നാലും എഴുതി ആദ്യം തയ്യാറാക്കും. അതിനുശേഷം അത് കമ്പ്യൂട്ടറിലിട്ട് ഒന്നുകൂടി നമ്മൾ നോക്കും. ഒരു കാരണവശാലും നിങ്ങൾ ഓട്ടോ ചെക്ക് മാത്രം കൊടുക്കരുത്. ഓട്ടോ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ പോലും ചിലത് മലയാളത്തിലൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് കാരണം നിങ്ങൾ എഴുതുക എന്നുള്ളതിനെ നിങ്ങൾ ഒരു കാരണവശാലും ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾ കണ്ടെത്തരുത്. പ്രത്യേകിച്ചും മലയാള ഭാഷയിലുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന സമയത്ത് അത് എഴുതി വൃത്തിയാക്കി തയ്യാറാക്കി അതിനുശേഷം അത് കമ്പ്യൂട്ടറിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് അത് പ്രൂഫ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിരിക്കണം. ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ ഇട്ട് നിങ്ങൾ തിരുത്താൻ ശ്രമിക്കരുത്. കാര്യം അത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തൊക്കെ മുകളിലുള്ള തെറ്റുകൾ സംഭവിച്ചേക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് ഈ ചോദ്യപേപ്പറിൻ്റെ പ്രൂഫ് റീഡിംഗ് വല്ല ബംഗാളി ഏൽപ്പിച്ചതാണോ എന്നുള്ളതാണ്. ഇത്രയും അധികം തെറ്റുകൾ എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ തെറ്റ് സംഭവിച്ചത് മൊബൈൽ ഫോണിൽ പ്രൂഫ് റീഡ് ചെയ്തതാണ് അപകടമായത്. എന്തായാലും മലയാളത്തിലല്ല, കെമിസ്ട്രിയിലും സുവോളജിയിലും ബോട്ടണിയിലുമെല്ലാം അക്ഷര പിശക് വന്നിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, താങ്കൾ പറഞ്ഞത് പിശാചെന്നല്ലേ എന്ന് പറയുന്നു. ഞാനത് മനഃപൂർവ്വം പറഞ്ഞത്. നമ്മൾ സാധാരണ നാട്ടിലൊരു പദപ്രയോഗം ഉണ്ടല്ലോ, അങ്ങനെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ തെറ്റുകൾ ക്ഷമിക്കുക, തെറ്റൊക്കെ ക്ഷമിക്കും. പക്ഷേ ചോദ്യപേപ്പറിൽ ഇത്രയും അധികം തെറ്റുകൾ വരുന്നത് ഒഴിവാക്കണം. തീർച്ചയായിട്ടും അധ്യാപകർ ഇത് ശ്രമിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോണിലിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് അപേക്ഷയൊക്കെ തയ്യാറാക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കിയാലേ നിങ്ങൾക്കതിൽ വള്ളി പുള്ളി ദീർഘങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. മൊബൈൽ ഫോണിൽ നിങ്ങൾക്കത് വ്യക്തമാകണമെന്നില്ല. ഞാനത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നു.